പക്ഷെ ഒരു കാര്യം CPM മനസ്സിലായിക്കോ, ഞങ്ങൾ ഈ രാജ്യത്ത് മതസൗഹാർദ്ദത്തോടെ ഒരുമിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. എന്റെ ഒന്നും കൂറിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് UDF-ലും ലീഗിലുള്ള ഒരുത്തനും ഇല്ല. അത് നിങ്ങൾ മനസ്സിലായിക്കോ. അത് പേടിയിലുള്ള പോയി പേടിപ്പിച്ചാൽ മതി. മനസ്സിലായില്ലേ? വർഗീയത പറയാ, പച്ചക്ക് വർഗീയത പറയാ. ഇങ്ങനെയാണോ വോട്ട് ഉണ്ടാക്കേണ്ടത്? RSS ഇതല്ലേ ചെയ്യുന്നത്? BJP ഇതല്ലേ ചെയ്യുന്നത്? നിങ്ങളും അതാണോ ചെയ്യേണ്ടത്? ഇതൊരു പാർട്ടിയല്ലേ CPM? മോശമാണോ നിങ്ങൾ? EMS നമുക്കറിയില്ല. EMS അദ്ദേഹത്തിന്റെ അഭിപ്രായ വിയോജിപ്പുകൾ എനിക്ക് ഒരുപാടുണ്ട്. EMS കേരളം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ബടായിയൊക്കെ ഉണ്ട്. ഒരു ചുക്കുമല്ല. കേരളത്തിലെ മറ്റ് മുഖ്യമന്ത്രിമാരെ വെച്ച് നോക്കിയാൽ അദ്ദേഹം അങ്ങനെ വലിയ സംഭാവന നടത്തിയാൽ ഒരു കൊള്ളാവുന്ന ഒരാൾ അല്ലാതെ അയാൾ കേരളം ഉണ്ടാക്കുന്ന വിഷയം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും നമ്മൾ. നിങ്ങൾ ടൂറിസത്തിന്റെ പരസ്യത്തിൽ നമ്മൾ പറയുന്നതാണ് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. തമിഴ്നാട് പിന്നെ വേറെ ആരും ഉണ്ടാക്കിയാണല്ലോ. അതൊക്കെ ഒരു വർത്താനാണ്. അതുപോലെ EMS ഒരു വർത്താനാണ്. അതിനപ്പുറത്ത് പടായൊന്നും വേണ്ട. എന്നാലും ആ മനുഷ്യൻ CPM-നെ താത്വികമായി വിശദീകരിച്ച ഒരു കമ്മ്യൂണിസ്റ്റാണ്. ജീവിതത്തിൽ കുറേയൊക്കെ ശുദ്ധിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ്. EM ശങ്കര നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരുന്നു. നായനാരാണെങ്കിൽ വേറൊരു ലൈനാണ്. നിഷ്കളങ്കമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര ലളിതഭാവമുണ്ടോ എന്ന് വിചാരിച്ചു പോകാൻ മാത്രം ലാളിത്യമുള്ള ഒരു മനുഷ്യൻ. അത് അദ്ദേഹത്തിന്റെ ചിരിയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇത്രയേറെ മനുഷ്യരോട് ഇടപഴകിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തെ പോലെ ഉണ്ടാവില്ല. മൂന്നാമത്തെ ആള് VS ആണ്. പേര് കേൾക്കുന്ന പോലെ ഒരു പോരാളി പാലക്കാട്ടുകാർക്കും. പേര് കേൾക്കുന്ന പോലെ ഒരു പോരാളി. കർഷക രംഗത്ത്, സമരരംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വ്യക്തിശുദ്ധി ഉണ്ടായിരുന്നു. അയാൾക്ക് വലിയ ഇസ്ലാമോഫോബിക്കാണ്. പക്ഷേ ഒരിക്കലും അയാൾ ഒരു അഴിമതിക്കാരനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. CPM-നെ ആക്ഷേപിക്കുന്ന പ്രസംഗിക്കുന്ന ആളെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. സ്വന്തം മകന് എതിരായിട്ട് CBI-ക്ക് എൻ്റെ മകൻ കുറ്റക്കാരനാണോ എന്ന് പരിശോധിക്കണമെന്ന് കത്തെഴുതിയ കമ്മ്യൂണിസ്റ്റിന്റെ പേരാണ് BS. CBI-ക്ക് വേണ്ട. നിങ്ങളുടെ നാട്ടിലെ ഈ മണ്ണൂരിലെ ലോക്കൽ പോലീസിന് കത്തെഴുതാൻ നട്ടല് നടുപ്പുറത്തില്ലാത്തവന്റെ പേരാണ് പിണറായി വിജയൻ. അറിയോങ്ങള്? ആ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നതിന്റെ തൊട്ടു മുമ്പ് അയാൾ ചെയ്തത് കേരളത്തിലെ എല്ലാ സമരമുഖങ്ങളിൽ അയാൾ പോയി, മലമടക്കുകൾ കയറി ഇറങ്ങി, ആദിവാസി കുടിലുകളിൽ പോയി. എന്നാൽ ആ VS-നെ പാര വെച്ച് രംഗത്ത് വന്ന പിണറായി വിജയൻ എന്താ ചെയ്തത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര. അന്നാണ് പൗരപ്രമുഖൻ എന്ന ഒരു ടേം കേരളത്തിൽ ഉണ്ടായത്. ആരായി പൗരപ്രമുഖന്മാർ? രാജ്യത്തിലെ ബൂർഷകൾ, കോഴിക്കോട്ടങ്ങാടിയിലെ ധനാഢ്യന്മാർ, പാലക്കാട്ടിലെ സമ്പന്നരായ മുതലാളിമാർ. പാവപ്പെട്ടവനെ കാണാൻ പോയില്ല. പിണറായി വിജയൻ ഒരു സമരമുഖത്തും പോയില്ല. തെരുവിൽ നടക്കുന്ന സമരങ്ങളെ കണ്ടില്ല. കള്ളക്കഥകളും പെണ്ണുകേസുകളും ഉണ്ടാക്കിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ ഈ മനുഷ്യൻ ശ്രമിച്ചു. മുതലാളിമാരെ മുഴുവൻ കൂട്ടുപിടിച്ചു. എല്ലാ ജില്ലകളിലും ഇടനിലക്കാരുണ്ടായി. ആ പാർട്ടിയെ ഞാൻ വിശദീകരിക്കില്ല എവിടെ വരെ എത്തിച്ചു എന്ന് നിങ്ങൾക്കറിയുമോ? ആ പാർട്ടിയുടെ അസ്തിത്വത്തെ തകർത്ത് കളഞ്ഞു, ഇല്ലാതെയാക്കി കളഞ്ഞു. ഇന്ന് ബംഗാൾ പോലെയാണ്. ഞാൻ ബംഗാളിലെ CPM-ന്റെ അവസാന കാലയളവിൽ ബംഗാളിൽ പോയ ആളാണ്. അന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും അന്ന് ബനാത്ത് ബാല സാഹിബ് MP-യുമാണ്. ഞങ്ങളന്ന് അവിടെ പോയി. ഞാൻ കണ്ടിട്ടുണ്ട് മുതലാളിത്തത്തിന്റെ സർവമാന ദൂഷ്യങ്ങളും എടുത്തണിഞ്ഞ CPM എന്ന് പറയുന്ന പാർട്ടിയെ, ബൂർഷ്വ ചങ്ങാത്തങ്ങൾ ഉണ്ടാക്കിയ CPM-നെ. ആ CPM ഇതാ കേരളത്തിലും അങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, CPM എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നത് ഇപ്പൊ എങ്ങനെയുള്ള പോലെ ഞങ്ങൾ കോഴിക്കോട്ടുകാര് മുതലക്കുളം മൈതാനി എന്ന് പറയുന്ന പോലെയാണ്. മുതലില്ല കുളമില്ലാത്ത മൈതാനിക്കാണ് ഞങ്ങൾ മുതലക്കുളം മൈതാനി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ കമ്മ്യൂണിസവും ഇല്ല മാർക്സിസവും ഇല്ലാത്ത കള്ളന്റെ പാർട്ടിക്കാണ് നിങ്ങളിപ്പോൾ CPM എന്ന് പേര് വിളിച്ചിരിക്കുന്നത്. അത് തീരുകയാണ്, മനസ്സിലാക്കിക്കോ, തീരുകയാണ്. നിങ്ങൾ ഈ PMC കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരു ഒറ്റ കാര്യം ആലോചിക്കുക. എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് ആ PMC-യെ കൊണ്ടുവന്നത്? നിങ്ങൾ പറഞ്ഞത് 1800 കോടിക്കാണ് അല്ലേ? 1.5 ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റ് ഉണ്ടാക്കുന്ന കേരളം 1800 കോടിക്ക് നാടിന്റെ സ്റ്റേറ്റിന്റെ അന്തസ്സിനെ BJP-യുടെ മുമ്പിൽ പണയം വെച്ചു. സഖാവേ, നിനക്ക് ഓർമ്മിക്കാവുന്ന സമ്മോഹനമായ ചരിത്രമുണ്ട്. എന്തെന്നറിയോ? ലീഗും CPM ഒക്കെ ഏകദേശം ഒരേ ബലാണ്. നിങ്ങൾക്കുള്ള MP-മാർ ഞങ്ങൾക്കുള്ള MP-മാരൊക്കെ കണക്കാൻ. നമുക്ക് 1-2 സ്റ്റേറ്റിലൊക്കെ അത്യാവശ്യം ശക്തിയുള്ളൂ. നമ്മൾ ചെറിയ പാർട്ടിയാണ്, നിങ്ങൾ നമ്മളൊക്കെ കണക്കാണ്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ കാണിച്ച ഒരു അന്തസ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം CPM-ന് ലഭ്യമായി. അന്ന് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന് സമ്മതിച്ചു. ആ സമയത്ത്
ആ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന് തീരുമാനിച്ച സമയത്ത് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ കൂടിയിട്ട് തീരുമാനിച്ചു, ഇല്ല, ഞങ്ങളില്ല, ബൂർഷ്വാ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പ്രധാനമന്ത്രി പദം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. എന്തിന്? ബൂർഷ്വാ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ പേരിൽ CPM. എന്നാ CPM-കാരാ, നിങ്ങൾ എന്തിനാണ് ഈ PMCയിൽ ഒപ്പുവെച്ചതെന്നറിയോ? സത്യസന്ധമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് നമ്മളെ ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ PMCയിൽ ഒപ്പുവെച്ചത് മക്കൾക്ക് വേണ്ടിയാണ്. സത്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലല്ല, പിണറായി വിജയൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഓരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ED കേസിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. സഖാക്കൾ ആലോചിച്ച് നോക്ക്, രാജ്യത്തിലെ സകല കുറ്റവാളികളും ക്രിമിനൽ കേസ് പ്രതികളും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളാവുന്നത്? മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിന്ന ശിവശങ്കരൻ ഇപ്പോഴെവിടെയാണ്? ജയിലിൽ പോയില്ലേ? മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിന്ന വാസു ശബരിമലയിൽ സ്വർണം കട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിന്ന പത്മകുമാർ XMLA സ്വർണ്ണക്കേസിൽ പ്രതിയല്ലേ? മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണക്കേസിൽ കക്ഷിയാവുമല്ലേ പറയുന്നത്? നമ്മളെ ഉളുപ്പില്ലാത്ത ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് പ്രസംഗിച്ചത്, സാർ ഇത് കുലുങ്ങില്ല, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. സത്യമാണ്. സകലമാന കള്ളന്മാരും കയറിയ ഈ കപ്പലിന് ഈ കാട്ടുകള്ളൻ തന്നെയാണ് കപ്പിത്താൻ ആവേണ്ടത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാട്ടുകള്ളൻ തന്നെയാണ്. ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് നമ്മൾ തമ്മിൽ തർക്കവും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സഖാക്കളെ, അത് അതിൻ്റെ രീതിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇപ്പം ഈ അടുത്ത എല്ലാ കേസ് പോലെയാണോ ഇത്? ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന അമ്മ ഉണ്ട്, എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ ഡ്രൈവർ, എൻ്റെ കൂടെയുള്ള ഗൺമാൻ, 2 പേരും സ്വാമിമാരാണ്. ഞാൻ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. ഈ സമയത്ത് ഇത് മണ്ഡലകാലമാണ്. സ്വാമിമാരുടെ ഒരു അവിടെ പമ്പയിൽ ചെല്ലുന്ന, ഇവിടുന്ന് അവന് പുറപ്പെടുന്ന മുതൽ ശബരിമലയിൽ ഈ കേസ് നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ടുകൂടാ. അത് KM ഷാജിക്ക് പ്രസംഗിക്കാനുള്ള ഒരു മാറ്ററിൻ്റെ പ്രശ്നമല്ല. നിങ്ങൾ കളിച്ച കളിയൊക്കെ വേറെയാണ്. ഇവിടെ ദൈവത്തിൻ്റെ മുതലാണ് നിങ്ങൾ കട്ടെടുത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ കളവും പോലെ ഇതങ്ങ് മുക്കി വെക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ശബരിമലയിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന സ്ഥലമാണ് ശബരിമല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന സ്ഥലം. അവരിങ്ങനെ മണ്ഡലകാലമായാൽ ഇന്ത്യ മുഴുവൻ ശബരിമലയിലേക്ക് ഒഴുകും. നിങ്ങൾ ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പൈസ കക്കണ മാതിരി ഇവിടെയും പോയി കക്കല? അങ്ങനെ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ ചോദിക്കും, ഇന്ത്യയിൽ വേറെ എന്താണ് ആരാധന അമ്പലല്ലേന്ന് ചോദിക്കും. ഇന്ത്യയിൽ വേറെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ കഠിന വ്രതമുള്ള 41 ദിവസത്തെ വ്രതം അല്ല എടുക്കണ്ടേ? ഞാൻ വയനാട്ടിൽ രാവിലെ ചെറുപ്പകാലത്ത് കാണുന്നതാണ്. സുബൈ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഉമ്മയും ഉപ്പയും നിർബന്ധിച്ചാലാണ് എണീക്കുക. വയനാട്ടിൽ നിങ്ങളെക്കാൾ കൂലി സുബൈക്ക് കിട്ടും, കാരണം അമ്മാരി തണുപ്പാണ്. അപ്പം നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് പുറത്ത് വരുമ്പോൾ എനിക്ക് നിസ്കരിക്കാനുള്ളൊരു പ്രചോദനമുള്ളൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഞങ്ങൾ ആ പല ചീത്തയൊന്നും സഹിക്കാണ്ട് രാവിലെ ചെറുപ്പത്തിൽ എഴുന്നേറ്റ് വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാവും ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്തുള്ള പായ്ക്കുട്ടിയമ്മ പ്രായമായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. അപ്പോഴും ആ പ്രായത്തിൽ അവർ ആ കൊടും തണുപ്പത്ത് അമ്പലത്തിൽ കുളിക്കാൻ പോവാ രാവിലെ. അവരുടെ വ്രതത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ വീടിനോട് ചേർന്നാണ് അയ്യപ്പ ക്ഷേത്രം. രാവിലെ മുതൽ കേൾക്കും അവിടുന്ന് അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഇങ്ങനെ കേൾക്കും. ചെറുപ്പം മുതലെയാണ് ഇവര് 41 ദിവസം ഈ കഠിനവ്രതം പഞ്ചശുദ്ധി വരുത്തണം എന്നാണ് പറയാ. ഈ പോകുന്നവന് വെറുതെ അങ്ങോട്ട് പോയാൽ പോരാ, അവന് പഞ്ചശുദ്ധി വരുത്തണം. ശരീരശുദ്ധി വരുത്തണം, ആഹാരശുദ്ധി വരുത്തണം, വാക്ശുദ്ധി വരുത്തണം, മനഃശുദ്ധി വരുത്തണം, കർമ്മശുദ്ധി വരുത്തണം. ഇതൊക്കെ വരുത്തണം. ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കണം. ഇന്ദ്രിയാണാം ഹി ചരതാം എന്മനോനു വിധീയതേ തദസ്യ ഹാരതി പ്രജ്ഞാം വായുർണിവം വിവാംബസി എന്ന് പറയുന്നുണ്ട്. ഈ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പോയിട്ട് നിങ്ങൾ വിശ്വസത്തിന് നിന്നിട്ട് കാര്യമില്ലാതാണ്. അത് നിയന്ത്രിക്കണം. അതിനാണ് ഈ പഞ്ചശുദ്ധിയും വരുത്തുന്നത്. അത് വരുത്തിയിട്ടാണ് 18ാം പടി കയറുക. 18ാം പടി കയറുമ്പോൾ ഓരോ പടിക്കും കണക്കുകളുണ്ട്. ആ പടിക്കും കൃത്യമായ ആത്മീയ ശുദ്ധീകരണത്തിന്റെ വഴികളുണ്ട്. ജ്ഞാനേന്ദ്രിയത്തിൻ്റെയും അഷ്ടരാഗത്തിൻ്റെയും പ്രതീകമാണ് ഈ പടികൾ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പോകുന്നവരുടെ വിശ്വാസം അതാണ്. എന്നിട്ട് മലയിലങ്ങ് കയറി ചെല്ലുമ്പോൾ കാണും അത്രേ എഴുതി വെച്ചത് തത്വമസി എന്നാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് നീ തന്നെയാണ്. നീ ആരെ തെരഞ്ഞാണോ വന്നത് അത് നീയാണ്. നീ അയ്യപ്പനെ തെരഞ്ഞാണോ വന്നത്? പടി കയറി മുകളിലെത്തിയാൽ എല്ലാവരും അയ്യപ്പന്മാരാണ്. വേറെ വ്യത്യാസമില്ല.
എല്ലാവരും ഒരുപോലെയാണ്. ദൈവവും മനുഷ്യനും ഒരേ ഗണത്തിൽ വരുന്ന പരമപദത്തെയാണ് അയ്യപ്പ സന്നിധാനം എന്ന് വിളിക്കുന്നത്. എല്ലാവരും അയ്യപ്പന്മാർ. എന്നിട്ട് പമ്പ വരെ കുറച്ച് നല്ല വഴിയാണ്. പമ്പ കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു അവരോടൊക്കെ കുറച്ചൊരു ടഫാണ് വഴി. ഇപ്പോഴാണ് പിന്നെ കോൺക്രീറ്റ് ഒക്കെ ഉള്ളത്, പണ്ടങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കും. കല്ലും മുള്ളും കാലുക്കുമെത്തേ, കല്ലും മുള്ളും മെത്ത പോലെ കാല് സ്വീകരിക്കുക, ചെരുപ്പിടൂല. പിണറായി വിജയൻ ഇത് ആരോ എഴുതി കൊടുത്തു. വി ഡി സതീശൻ പറയുന്നുണ്ട്, ആരോ എഴുതി കൊടുത്തപ്പോൾ മുമ്പ് വായിച്ചതാണ് കല്ലും മുള്ളും കാലുമ കുത്തിയെന്നാണ്. അങ്ങനല്ല, കല്ലും മുള്ളും കാലുക്കും എത്തേന്നാണ്. ഞാനൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. എന്നിട്ട് അവര് അയ്യപ്പൻ കൊടുങ്കാട്ടിലാണ് താമസിക്കുന്നത്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് ആർത്തവകാലത്തുള്ള സ്ത്രീകൾ 10 വയസ്സിന്റെ താഴെ 50 വയസ്സിന്റെ മുകളിൽ അവരെ വരാൻ പാടുള്ളൂ. ശബരിമലയിൽ അവരെ വരാൻ പാടുള്ളൂ. ആർത്തവകാലത്തിലൂടെ കടന്നു പോകുന്ന പ്രായത്തിലുള്ളവർ വരരുത്. കാര്യമെന്ത്? അയ്യപ്പൻ കോപിക്കും, ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ അത് ബാധിക്കും. ഇതൊരു വിശ്വാസമാണ്. തലമുറകൾ കൈമാറി ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികൾ കൊണ്ടുപോകുന്ന അവരുടെ ഒരു വിശ്വാസമാണ്, ആചാരമാണ്. ആ വിശ്വാസത്തെ 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതിയുടെ ഒരു വിധി ചോദ്യം ചെയ്യുന്നു. ഇന്ത്യയിലെ നിരവധി കോടതി വിധികൾ അട്ടപ്പുറത്ത് വെച്ച ഈ സർക്കാർ ഈ വിധിയും എടുത്തോടി നടപ്പിലാക്കാൻ പോവാന്ന് പറഞ്ഞു. ബഹളായി. 2019 ജനുവരി 1 വനിതാ മതിലുണ്ടാക്കി. പാലക്കാട്ടുകാർ വനിതാ മതിൽ പങ്കാളിയായി, കോഴിക്കോട്ടുകാരും കണ്ണൂർക്കാരും കാസർഗോട്ടുകാരും കേരളം മുഴുവൻ. എന്നെ അതിശയപ്പെടുത്തിയത് ആ മതിലിൽ ഞാൻ നോക്കുമ്പോ തട്ടമിട്ട പാത്തുമ്മയും പർദ്ദയിട്ട സുബൈദയൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ്. എന്തിന്? ശബരിമലയിലെ അയ്യപ്പ സന്നിധാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാത്തുമ്മക്ക് എന്ത് കാര്യം? പാത്തുമ്മന്റെ പണിയെടുത്താ പോരെ, സുബൈദയുടെ പണിയെടുത്താ പോരെ. ഇത് വേറെ വിശ്വാസല്ലേ? അതുപോലെ ഇസ്ലാമിലും വിശ്വാസങ്ങളില്ലേ? ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ബാരി ബാങ്ക് കൊടുക്കുമല്ലോ. ഈ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക് എന്നല്ല, ലോകത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് സ്ത്രീകൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ കേൾക്കാത്തത്? സ്ത്രീകൾ ബാങ്ക് കൊടുത്താൽ കേൾക്കൂലേ? എന്താ കേൾക്കാത്തത്? കൊടുക്കാത്തതുകൊണ്ടാണ്. എന്താ കൊടുക്കാത്തത്? പറ്റാത്തതുകൊണ്ടാണ്. എന്താണത്? അത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. ആർത്തവകാലത്ത് ഏതെങ്കിലും മുസ്ലിം സ്ത്രീ ഖുർആൻ ഓതുവോ? നോമ്പെടുക്കോ? ഹജ്ജിന് പോവോ? എന്താണ് നോമ്പെടുക്കോ? അതല്ലെങ്കിൽ അവര് നിസ്കരിക്കോ? ഇല്ലല്ലോ. എന്താ കാര്യം? നടു വളയാത്ത കൊണ്ട് നിസ്കരിക്കാത്തത്? പറ്റൂല. എന്താ കാര്യം? ഞങ്ങളുടെ വിശ്വാസമാണ്, മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. ഈ വിശ്വാസം ഹിന്ദുക്കൾക്കില്ലേ? ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ നാട് പഴപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ ഈ സമരത്തിൽ കൊണ്ടുപോകുമ്പോൾ മാറി നിൽക്കാനുള്ള ബുദ്ധി ഈ കുബുദ്ധികളായ കമ്മ്യൂണിസ്റ്റുകൾക്കല്ല, പോയി പെടുന്ന മുസ്ലിങ്ങൾക്കാ വേണ്ടത്. തമ്മിൽ തല്ലിക്കുകയാണ്, ഈ സോഷ്യൽ ഫാബ്രിക്കിനെ അപകടപ്പെടുത്തുകയാണ്. എന്തിന്റെ പേരിൽ? ശബരിമലയുടെ പേരിൽ. അറിയോങ്ങള് എത്ര പേരെ 2019 ജനുവരി 1 കഴിഞ്ഞപ്പോ തൊട്ടടുത്ത ദിവസം ശബരിമലയിൽ നിങ്ങൾ സ്ത്രീകളെ കൊണ്ടുപോയി പോലീസിന്റെ സംരക്ഷണത്തിൽ കയറ്റി? അറിയോങ്ങള് 1 വർഷം വിശ്വാസികൾ സമരമുഖത്തുണ്ടായിരുന്നു. 27,000 ക്രിമിനൽ കേസുകൾ നിങ്ങൾ ഈ വിശ്വാസികളെ പ്രതികളാക്കി. എന്തിന്? നാമം ജപിച്ചതിന്, ശരണം വിളിച്ചതിന് അല്ലേ? ഭക്തന്മാർ പരിപാവനമായി കരുതുന്ന അവരുടെ ഇരുമുടിക്കെട്ടുണ്ട്, അത് റോട്ടിൽ വീണ് ചെതറി. ഈ പിണറായി വിജയന്റെ കാലത്ത് സഖാക്കൾ മനസ്സിൽ വെച്ചോ, അന്ന് തുടങ്ങിയ ശാപാണിത്. പിണറായി വിജയന്റെ മക്കളെ കേസൊക്കെ എത്ര രഹസ്യങ്ങൾ വെച്ചതാണ് പുറത്തായി. ആ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി എത്ര മനോഹരമായിട്ട് സ്വർണം കടത്തിയതാണ് പുറത്തായി. മനസ്സിലായില്ല നിങ്ങള്? അവസാനം ശബരിമലയിലെ സ്വർണ്ണ കേസും പുറത്തായി. ഓരോ കേസുകൾ ഓരോന്നായി പുറത്തേക്ക് വന്നു. ഇതെന്തുകൊണ്ട്? ഇത് ശാപമാണ്. ഭക്തരുടെ എന്നിട്ട് അവസാനം നിങ്ങൾ മനസ്സിലാക്കണം, ശബരിമലയില് ഭക്തരുടെ ചെലവില് പമ്പയിൽ നിങ്ങളുടെ പാപമോചനം നടത്താൻ വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തി. പമ്പയില് വിശ്വാസികൾ പോയിരിക്കേണ്ട ശബരിമലയിലെ പമ്പയില് വ്യവസായികളെ കൊണ്ടുപോയി നിങ്ങൾ കുടിയിരുത്തി. ഞാൻ ഒരു കാര്യം CPM-കാരോട് പറയട്ടെ, ഇത് ഈ കളി തീക്കളിയാണ്. ആ തീക്കളിയിലാണ് നിങ്ങളുള്ളത്. ഇത് സൂക്ഷിക്കണം. ഒരൊറ്റ കാര്യങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസവും മതവും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസവും മതവും വേറെയാണ്. ഇപ്പൊ ലീഗിലുള്ള മുസ്ലിം ലീഗ് എന്നൊക്കെ പറയണില്ലേ? ഇപ്പൊ ഞാനാവട്ടെ, മുസ്ലിം ലീഗുകാരാവട്ടെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളാവട്ടെ, പേര് കൊണ്ടവൻ മുസ്ലിമാണ്, വിശ്വാസിയാണോ? ആയിക്കൊള്ളണമെന്നില്ല. അവന് പേരുകൊണ്ട് മുസ്ലിം ആയവനൊക്കെ സ്വർഗത്തിൽ പോവോ?
അങ്ങനെ മുസ്ലിങ്ങൾ വിശ്വസിക്കണില്ല. ഹിന്ദു അവൻ ഹിന്ദുവാണ്. ഒരു കാനേഷുമാരി കണക്കെടുത്താൽ വിശ്വാസിയാണോ? വിശ്വാസം വേറെയാണ്. കാനേഷുമാരി ജാതി വേറെയുമാണ്. നിങ്ങൾ ഇയാളെ പിടിച്ചിട്ട് ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കുക, മന്ത്രിയാക്കുക, വാസവനെ മന്ത്രിയാക്കും. എന്താ കാരണം? അയാൾ ഹിന്ദുവാണ്, പക്ഷെ വിശ്വാസിയല്ല. അതുകൊണ്ട് അയാൾ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചു മാറ്റുമ്പോൾ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന അതേ ലാഘവമാണ്, ഒരേ കൂളായിട്ട്. അവർക്ക് വിശ്വാസമില്ല. ഞങ്ങൾ മുസ്ലിം ആവണ്ട, ഹിന്ദു ആവണ്ട, വേറൊരു മതത്തിലെ വിശ്വാസിനെ പോലും വെച്ചാൽ ദൈവത്തിന്റെ തൊടൂല, പേടിയാണ്. കാരണം അവന്റെ വിശ്വാസിയാണ്. നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകളെ സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ. ഇവര് നിങ്ങൾക്കെതിരെയുള്ള അപകടകരമായ രീതിയാണ് പരീക്ഷിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ കളിക്കുന്ന ഏറ്റവും മോശപ്പെട്ട, കേരള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ കളിക്കെതിരെയാണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങി നിങ്ങളോട്. കാരണം ഇത് നമ്മുടെ സമരമാണ്, നാം നയിക്കുന്ന സമരമാണ്. ജയിക്കുന്നതാര് തോൽക്കുന്നതാര് എന്നതല്ല. പക്ഷെ തോൽക്കേണ്ടത് അധാർമികതയാണ്, കള്ളക്കൂട്ടുകച്ചവടമാണ്. എല്ലാവരും എന്തൊരു സങ്കടമാണ്. ഇതുപോലൊരു കാലുണ്ടായി എല്ലാവരും നിന്ന് കക്കുകയാണ്. പിണറായി വിജയന് വേറെ ബൈക്ക് രാവിലെ മുതൽ തുടങ്ങിയ അടിച്ചുമാറ്റലാണ്. മോൻ്റെ പേരിൽ ഇ ഡി നോട്ടീസ്, മോളെ പേരിൽ ഇ ഡി നോട്ടീസ്. അതും വരുന്നത് ഇവരുടെ തറവാട്ടിൽ ആണെ തിരക്കടില്ല, ക്ലിഫ് ഹൗസിൽ മോൻ്റെ പേരിൽ ഇ ഡി നോട്ടീസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ തൊട്ടടുത്ത് പോയ തമിഴ്നാട്ടിൽ തസ്കര ഗ്രാമം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു തസ്കര ഫാമിലി നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ പിണറായി വിജയൻ്റെ ഫാമിലിയാണ്. എല്ലാവരും ഒരുമിച്ച് കേൾക്കുക. സഖാക്കളെ, ഈ പിണറായി വിജയനും വലിയ വിശേഷണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പിണറായി വിജയനാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും പിണറായി വിജയൻ നിങ്ങൾ പറയേണ്ടി വരും. മൂന്നാമത്തെ വിശേഷണം എന്താ അറിയങ്ങൾ? 12 മുഖ്യമന്ത്രിമാരിൽ മകനും മകൾക്കും സ്നേഹപൂർവ്വം അച്ഛനും ഒരുപോലെ ഇ ഡി നോട്ടീസ് കിട്ടിയിട്ടുള്ള ഏക മുഖ്യമന്ത്രിയും സഖാവ് പിണറായി വിജയനാണ്. ഈ തസ്കര സംഘത്തെ കേരളത്തിൽ നിന്ന് തുരത്തി ഓടിക്കേണ്ടതിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധാനം ചെയ്യാൻ ജനങ്ങളോട് പറയുന്നത്. നിങ്ങളെല്ലാവരും UDFിൻ്റെ തെരഞ്ഞെടുത്ത ചിഹ്നങ്ങളിൽ കൈപ്പത്തിയുണ്ട്, കോണിയുണ്ട്, UDF സ്ഥാനാർത്ഥികൾക്ക് കൊടയുമുണ്ട്. ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ അത് ജില്ലാ പഞ്ചായത്തിലെ ബ്ലോക്കിലെ ഒക്കെ സ്ഥാനാർത്ഥികളെ വലിയ വോട്ടിന് നിങ്ങൾ ജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.